നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടൂർ കോട്ടമുകളിലെ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നിഗമനത്തിൽ എത്തിയത്. അടൂർ കണ്ണങ്കോട് കോട്ടുമുകൾ ഷിനാസ് മൻസിലിൽ ഷെഹന എന്ന 31 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി വീട്ടിലെ സ്റ്റെയർ കേസിന്റെ കൈവരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ഏഴംകുളം സ്വദേശിയായ ആൺ സുഹൃത്ത് അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അരുൺ ഷെഹാനയെ കൊലപ്പെടുത്തിയതാണ് എന്നും കുടുംബവും നാട്ടുകാരും ശക്തമായി ആരോപിച്ചിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള ബഹളവും തർക്കവും കേട്ടിരുന്നതായി അയൽവാസികൾ മൊഴി നൽകിയിരുന്നു. ബഹളം കേട്ട് സംശയം തോന്നിയ നാട്ടുകാർ നഗരസഭാ കൗൺസിലറെ വിവരം അറിയിക്കുകയും കൗൺസിലർ എത്തി കതക് തുറക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. കൗൺസിലർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അരുൺ വാതിൽ തുറന്ന് അകത്തുകയറി നോക്കിയപ്പോഴാണ് ഷെഹനായെ ഈ സ്റ്റെയർ കേസിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഈ സമയത്ത് അരുണിന്റെ മുഖത്തും ശരീരത്തിലും മാന്തി പറിച്ചതിന്റെ ആഴത്തിലുള്ള മുറിവുകളും രക്തക്കറയും ഉണ്ടായിരുന്നു. കൂടാതെ വീടിന്റെ നിലത്തും കോണിപ്പടിയിലും രക്തപ്പാടുകൾ കണ്ടെത്തിയത് നാട്ടുകാരിൽ വലിയ സംശയത്തിന് വഴിവെച്ചു. ഇതോടെയാണ് സംഭവം കൊലപാതകമാണ് എന്ന കുടുംബം നാട്ടുകാരും ആരോപിച്ചത്. എന്നാൽ കസ്റ്റഡിയിലുള്ള അരുണിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതോടുകൂടിയാണ് സംഭവത്തിന്റെ ചുരുൾ അഴിയുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് ഇരുവരും തമ്മിൽ കടുത്ത വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നതായി അരുൺ സമ്മതിച്ചു. പരസ്പരം ആക്രമിച്ചതിലൂടെയാണ് അരുണിന്റെ ശരീരത്തിൽ മുറിവുകളേറ്റതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ഷാൾ കഴുത്തിൽ കുരുക്കി സ്റ്റെയർ കേസിന്റെ പടിയിൽ നിന്ന് ഷഹാന പെട്ടെന്ന് താഴേക്ക് ചാടുകയായിരുന്നുവെന്നും തടയാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നുമാണ് അരുൺ പോലീസിന് നൽകിയ മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തൂങ്ങി മരണത്തിന്റെ ലക്ഷണങ്ങളാണ് ഉള്ളത്. ഇരുവരും തമ്മിലുണ്ടായ കടുത്ത വഴക്കാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിൽ അരുണിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് പോലീസ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഏഴുകുളം KCB ഓഫീസിലെ താൽക്കാലിക ഡ്രൈവറാണ് അരുൺ. ഒരു സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ് മരിച്ച ഷെഹന. താനുമായി അടിയുണ്ടായതിന് പിന്നാലെ ഷെഹന ജീവനൊടുക്കി എന്നാണ് അരുണിന്റെ മൊഴി. താൻ മുഖത്തടിച്ചെന്നാണ് യുവാവ് നൽകിയിരിക്കുന്ന മൊഴി. വീട്ടിൽ നിന്ന് ബഹളം കേട്ട് നാട്ടുകാരെത്തിയപ്പോൾ ഷെഹനയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് ചോര ഒലിക്കുന്ന നിലയിലായിരുന്നു സുഹൃത്ത് അരുൺ ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വീട്ടിലെ നിലത്തും കോണിപ്പടിയിലും രക്തമുണ്ടായിരുന്നു. ഇതോടെയാണ് ഷെഹനയുടെ മരണം കൊലപാതകമാണോ എന്ന സംശയം ഉയർന്നത്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ഷെഹന. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഇവർ. വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. ഷെഹനയുടെ വിവാഹത്തിന് മുൻപ് അരുണുമായി അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് യുവതി മറ്റൊരാളെ വിവാഹം കഴിച്ചുപോയി. ഈ വിവാഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതോടുകൂടിയാണ് യുവതി വീട്ടിലേക്ക് തിരികെ വന്നത്. വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതി അരുണുമായി വീണ്ടും അടുക്കുകയായിരുന്നു. അരുണിന്റെ ബന്ധുക്കളിൽ സംശയം തോന്നിയ യുവതിയുമായി തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് മൊഴിയിൽ നിന്നുള്ള സൂചന. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി അടൂർ DYSP VS പ്രദീപ് കുമാർ വ്യക്തമാക്കി. നിലവിൽ യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അന്വേഷണം നടത്താനാണ് പോലീസിന്റെ ശ്രമം.